അയ്യോ ഡോക്ടർ സാറ്, എന്താ സിസ്റ്റർ ഇതൊക്കെ? നിങ്ങളെന്താ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വന്നതാ? അപ്പൊ വാപ്പ നമ്മള് സിനിമ കാണാൻ വന്നാണോ? അന്റെ ബോധം പോയിട്ട് ഡോക്ടറെ കാണാൻ വന്നതല്ലേ നമ്മള്? അങ്ങനെ ഒന്നല്ല കണ്ടാ തോന്നാ. എന്തുമാതിരി സൗണ്ടാണിത്? നമ്മുടെ ഹോസ്പിറ്റലിലേ ഇതുപോലെ ഒരു മാനേഴ്സ് ഇല്ലാത്ത പരിപാടി ആദ്യമായിട്ടാണ്. ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഒന്നുമില്ലെങ്കിൽ ദിവസവും നൂറുകണക്കിന് രോഗികൾ വന്ന് ചികിത്സയായിട്ട് സന്തോഷത്തോടെ പോകുന്ന ഹോസ്പിറ്റലാണിത്. ഇവിടെ എന്തിനാ എത്ര ശബ്ദം ഒരാളാ? കോലാഹലങ്ങൾ. ആ അതന്നെ പൊന്നാരന്റെ ഡോക്ടറെ, ഈ പെണ്ണ് പറഞ്ഞു വയറിളക്കാൻ ഡാൻസ് കളിച്ചാ മതി. വയറിളക്കാൻ ഡാൻസോ? അങ്ങനെ അല്ല ഡോക്ടറെ, ഞങ്ങള് വൈറലാവാൻ വേണ്ടി റീൽസ് എടുത്തതാ. റീൽസോ? അങ്ങനെയാണെങ്കിൽ ഇന്നും കൂട്ടോ പ്ലീസ്. ഈ ചങ്ങായി കാട്ടണ ഇവനൊക്കൊരു ഡോക്ടറാ. സുക്കൂറെ, അനക്കിപ്പോ കൊഴപ്പൊന്നുമില്ലാന്നെങ്കിൽ ഞമ്മള് പോവാ. ഉറക്കം വന്നിട്ട് വച്ചൊക്കെ പോണ പാട്ടിന് പോയിക്കോളൂ. പൊന്നാര മോളെ, ജിന്റെ ഒപ്പം പോര്, ഞമ്മള് പോവാണ്. ആ സുക്കുറെ, എന്നാ പിന്നെ ഞാനും പോവാ. ഒന്നോണ്ട് ബേജാറാണ്ട, അനക്ക് പറ്റിയ പെണ്ണ് എന്റെ കയ്യിൽ വേറെ ഉണ്ട്. പൊന്നാറിന്റെ കാക്ക, ഇനി പെണ്ണും വേണ്ട പരിചയം വേണ്ട, ഒന്ന് പോയി തരുമോ പ്ലീസ്? എന്നാ പിന്നെ ഞാൻ സെഫിക്കൻ്റെ അടുത്ത് പോയോക്കട്ടെ കേട്ടോ. എന്നാ പിന്നെ കാണാം. ആ ഒന്ന് പോയി തരും. ഡോക്ടറെ, നിങ്ങളിന്റെ മകനൊന്ന് നോക്കി, അതല്ലേ നല്ലത്. നിങ്ങളിന്റെ പളമ കേറിയതാ എങ്ങനെ ശരിയാകുക? സോറി, ഞാൻ എന്റെ ജോലിയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. നിങ്ങളായിട്ട് മാറിക്കും വെള്ള കാക്ക. ആവൂ, ഡോക്ടറെ. ഇഞ്ഞോട് ഇത്ര ബഹുമാനം. മൂട്ടി 2 സൂചി കുത്തി ഡോക്ടറെ. ശ്വാസം വലിച്ചുവിടൂ. വെട്ടിയിട്ട് വായതണ്ട് പോലെയാ കിടക്കണേ. സുക്കുറ, ജീവിതത്തിൽ നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അതൊക്കെ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന അങ്ങനെ പറഞ്ഞു. അപ്പോ ജൈന ആ ഓൻ രണ്ടെണ്ണം കെട്ടി കാര്യം നിർത്തല്ലേ, ഓന് ഭയങ്കര വിവരാ. ഓൻ പറഞ്ഞേക്കാൻ നിക്കല്ലേ, കണ്ട പല്ലട പോവും. മനസ്സിലായില്ലേ? അപ്പോ ജീവിതത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെ രീതിയിൽ മുന്നോട്ട് പോവാന്നുണ്ടെങ്കിൽ ഞമ്മക്കും നല്ലതാണ്, ഇതേമാതിരി അപ്പാക്കും നല്ലതാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതൊക്കെ അതിന്റെ നടക്കും. ആ അതന്നെ ഞാൻ പറഞ്ഞു നോക്കുണ്ട്. അതാരാവോ? താറാവോ? അതാരാവോ? ഒരശരീരി. ഏതീ ആരിത്? എന്നോട് ഉള്ളി അറിയാൻ പറഞ്ഞിട്ട് ഇപ്പളാ വരുന്ന കുതിര. അതിലേറെ വലിയ കാര്യം ഉണ്ടാവറങ്ങാക്ക. കല്യാണ പെണ്ണ് ഒളിച്ചോടിയത് അറിഞ്ഞേ നമ്മളെ സുക്കൂറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ കൊറേ ചാനലുകാര് വരുന്നുണ്ട്. ഇന്റർവ്യൂ? ഞാനോ എന്റെ പെങ്ങളാണ്, ഞാൻ ആദ്യം ഇന്റർവ്യൂ കൊടുക്കും. ഒന്ന് പൊടി. പേഷ്യന്റിനെ രക്ഷപ്പെടുത്തിയ ആളാണ് ഞാൻ. ആദ്യം ഇന്റർവ്യൂ ഞാൻ കൊടുക്കും. ചാനലേറെ ഞാനാ കൊടുന്നത്, ഞാൻ കൊടുക്കും ആദ്യം ഇന്റർവ്യൂ. ഇങ്ങോട്ട് മാറടാ, ഞാനും എന്റെ ബാപ്പയാണ്. എന്റെ ഈ ഇന്റർവ്യൂ ഞാൻ കൊടുക്കും. ഇന്റർവ്യൂ അത് ഞാൻ കൊടുക്കും. ഞങ്ങളാണ് ആദ്യം രോഗിയെ ശുശ്രൂഷിക്കുന്നത്, ഞങ്ങളാണ് ആദ്യം കണ്ടത്. സുന്ദരന പോനൊരു വല്ലാത്ത സംഭവമാ. സ്വന്തം കട്ട പോലെ തിളങ്ങും പോനൊരു മുഞ്ചുള്ള